Students, നമ്മൾ ഇന്ന് ഓർഗാനിക് കെമിസ്ട്രിയിൽ 12th സ്റ്റാൻഡേർഡ് ഓർഗാനിക് കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്ററിന്റെ നെയിം ആൽക്കഹോൾസ്, ഫീനോൾസ്, ഈതേഴ്സ്, മൂന്ന് ഫാമിലികളെ കുറിച്ച് പഠിക്കുന്ന ഓർഗാനിക് കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്ററാണ് 12th സ്റ്റാൻഡേർഡിലുള്ള ചാപ്റ്ററിന്റെ നെയിം ആൽക്കഹോൾസ്, ഫീനോൾസ്, ഈതേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു എല്ലാ ഓർഗാനിക് ചാപ്റ്റേഴ്സ് നമ്മൾ 4 ഹെഡിങ്സിലാണ് ചാപ്റ്ററിന്റെ മൊത്തത്തിൽ NCERT തിയറി നമ്മൾ മിനിമൈസ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് നെയിമിംഗ് ആൻഡ് ക്ലാസിഫിക്കേഷൻ. ജസ്റ്റ് നമ്മുടെ NCERTയിലുള്ള കുറച്ച് ടിപ്പിക്കൽ നെയിമിംഗ് ആൻഡ് ക്ലാസിഫിക്കേഷനിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്ന കാര്യം. ഹാലോ ആൽക്കൈൻസ്, ഹാലോ അറീൻസിൽ നല്ല രീതിക്ക് നമ്മൾ കുറച്ച് ബേസ് തിയറി, ബേസ് തിങ്സ് അബൌട്ട് ദ ഓർഗാനിക് കെമിസ്ട്രി ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഹാലോ ആൽക്കൈൻസ് ആൻഡ് ഹാലോ അറീൻസ് നന്നായിട്ട് ഒന്ന് 2 തവണയെങ്കിലും ഒന്ന് റിവൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരെ ഈ ഒരു ചാപ്റ്ററിലേക്ക് കിടക്കാവൂ. കാര്യം അങ്ങനെ കിടന്നാൽ നിങ്ങൾക്ക് അത്രയും സോളിഡ് ആയിട്ടുള്ള ബേസ് കാര്യങ്ങൾ കിട്ടും. ഇനി നമ്മൾ നെയിമിംഗ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഡയറക്റ്റ് കയറുക. അപ്പോൾ നിങ്ങൾക്കറിയാം ക്ലാസിഫിക്കേഷൻ ഞാൻ ആൾറെഡി ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. ആൽക്കഹോൾസിന്റെ മെയിൻ ക്ലാസിഫിക്കേഷൻ പ്രൈമറി ആൽക്കഹോൾസ് ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടേഴ്സറി ആൽക്കഹോൾസ്. നമ്മൾ നെയിമിങ്ങിൽ വരും. അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും അല്ല ക്ലാസിഫിക്കേഷൻ, എങ്കിലും ജസ്റ്റ് അറിഞ്ഞു വെച്ചേക്കുക. അപ്പോൾ ആദ്യത്തെ സ്ട്രക്ചർ CH3OH. സ്ട്രക്ചറിൽ നോക്കൂ, എത്ര കാർബൺ ആറ്റം? 1 കാർബൺ ആറ്റം. സോ ദ വേർഡ് റൂട്ട് മെത്ത്. കണക്റ്റഡ് ബൈ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് സഫിക്സ് A എന്ന്. ഇനി അതിൽ ചേർത്ത് കൊടുക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സഫിക്സ് OH. ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാ? OH. അതിന്റെ സഫിക്സ് എന്തുവാ? OL. അപ്പൊ ഇതിന്റെ പേര് എന്ത് വരും? മെത്തനോൾ. സിമ്പിൾ നെയിമിംഗ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. ഇനി ഇതൊരു ഏത് ടൈപ്പ് ആൽക്കഹോൾ ആണ്? ഏത് ടൈപ്പ് എന്ന് വെച്ചാൽ പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ, ടെർഷ്യറി ആണോ? ഇത് ഏത് ടൈപ്പ് ആൽക്കഹോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു പ്രൈമറി ആൽക്കഹോൾ ആണ്. കാര്യം OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ വേറെ ഒരു കാർബണുമായിട്ട് എന്ത് ചെയ്തിട്ടില്ല? ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിട്ടില്ല. സോ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഏത് ആൽക്കഹോൾ? പ്രൈമറി ആൽക്കഹോൾ. ഇനി അടുത്ത സ്ട്രക്ചർ നോക്കിയേ, CH3CHOH CH3. സ്ട്രക്ചറിൽ മൊത്തം 3 കാർബൺ ആറ്റം. സോ ദ വേർഡ് റൂട്ട് പ്രോ. കണക്റ്റഡ് ബൈ സിംഗിൾ ബോണ്ട് AN. സെക്കൻഡ് പൊസിഷനിൽ OH വന്നുകൊണ്ട് 2O. അപ്പൊ ഇതിന്റെ UPC നെയിം പ്രൊപ്പാൻ 2O എന്നാണ്. ഇതിന്റെ കോമൺ നെയിം വരുന്നത് ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ. ഇനി ഇതൊരു സെക്കൻഡറി ആൽക്കഹോൾ ആണ്. എന്തുകൊണ്ടായിരിക്കും? OH അറ്റാച്ച് ചെയ്ത കാർബൺ 2 കാർബണുമായിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്നു. സോ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സെക്കൻഡറി ആൽക്കഹോൾ. പ്രൊപ്പാൻ 2O എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി ആൽക്കഹോളിന് എക്സാമ്പിൾ ആണ്. ഇതിന്റെ കോമൺ നെയിം എന്ത് വരും? ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ. അടുത്ത സ്ട്രക്ചർ നോക്കാം. മൂന്നാമത്തെ സ്ട്രക്ചർ CH3CH2OH. അപ്പോൾ ഇതൊരു വലിയ കാർബൺ ചെയിൻ ആണ്. നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള ചെയിനെ പാരന്റ് ആയിട്ട് എടുക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് ചെയിൻ, പാരന്റ് ചെയിൻ ആയിട്ട് എടുത്തു. അപ്പോൾ ഇത് ഫസ്റ്റ് കാർബൺ, ഇത് സെക്കൻഡ് കാർബൺ, ഇത് തേർഡ് കാർബൺ ആവും. ഓക്കെ, ഫസ്റ്റ് കാർബണിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് OH വന്നു. അപ്പോൾ ഇത് പാരന്റ് ചെയിൻ. അപ്പോൾ ഇതിൽ പാരന്റ് ചെയിനിൽ 3 കാർബൺ ആറ്റം ഉള്ളതുകൊണ്ട് പ്രൊപ്പ്. കണക്റ്റഡ് ബൈ സിംഗിൾ ബോണ്ട് ആയിട്ട് AN. ഫങ്ഷണൽ ഗ്രൂപ്പ് OH ഫസ്റ്റ് കാർബണിൽ വന്നുകൊണ്ട് 1 ബോണ്ട്. ഇനി ഒരാൾ ഈ സ്ട്രക്ചറിൽ നമ്മൾ ഇതുവരെ നെയിം ചെയ്തിട്ട് അത് ബോണ്ട് CH3 ആണ്. അത് ഏത് ഗ്രൂപ്പാ? മീഥൈൽ ഗ്രൂപ്പാ. സോ സെക്കൻഡ് കാർബണിന്റെ പൊസിഷനിലാണ് മീഥൈൽ വന്നത്. സോ ദ IUPAC നെയിം 2-methyl propan 1O. ഇനി ഇതിന്റെയും കോമൺ നെയിം ഒന്ന് ആലോചിച്ച് വെച്ചേക്കുക. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ. ഇതിന്റെ IUPAC നെയിം അല്ലാതെ കോമൺ നെയിം എന്ന് പറയുന്നത് ഐസോബ്യൂട്ടൈൽ ആൽക്കഹോൾ ആണ്. ഇനി ഇവിടെ OH അറ്റാച്ച് ചെയ്ത കാർബൺ ഒരു കാർബണുമായിട്ടല്ലേ ബോണ്ട് ചെയ്തിട്ടുള്ളൂ. സോ ഇറ്റ് ഈസ് ആൾസോ ആൻ എക്സാമ്പിൾ ഫോർ പ്രൈമറി ആൽക്കഹോൾ. ഇനി ഫോർത്ത് സ്ട്രക്ചർ CH3CH3OH. അപ്പോൾ ഇതിന്റെ അകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ പാരന്റ് ചെയിൻ സെലക്ട് ചെയ്തു. ഇതാണ് പാരന്റ് ചെയിൻ. ഓക്കെ, പാരന്റ് ചെയിൻ സെലക്ട് ചെയ്തു. കാര്യം ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ 2 കാർബണേ ഉള്ളൂ. ഇങ്ങനെ സെലക്ട് ചെയ്താലേ 3 കാർബൺ വരും. അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് ഇത് ഫസ്റ്റ് കാർബൺ, സെക്കൻഡ് കാർബൺ, തേർഡ് കാർബൺ. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്പർ ചെയ്താലും സെക്കൻഡ് വരും. അപ്പോൾ ഇത് 3 കാർബണിൽ OH. അപ്പോൾ 3 കാർബണുകളുണ്ട് പ്രോ. കണക്റ്റഡ് ബൈ സിംഗിൾ ബോണ്ട് ANE ആണ്. അതിൽ ഈ കട്ടായിട്ടാണ് OL എന്ന സഫിക്സ് ചേർത്ത് കൊടുക്കുന്നത്. OL എപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്? OH ഗ്രൂപ്പ് വരുമ്പോൾ. ഈ OH ഗ്രൂപ്പ് ഏത് കാർബണിലായിരിക്കുന്നത്? സെക്കൻഡ് കാർബൺ. സോ ഇറ്റ് ഈസ് പ്രൊപ്പാൻ 2O എന്ന് വരും. എന്തൊരു പ്രൊപ്പാൻ 2O. ഇനി ഈ ചെയിനിൽ നെയിം ചെയ്യാത്ത ഒരാളുണ്ട് CH3 ഗ്രൂപ്പ്. CH3 ഗ്രൂപ്പ് എന്തുവാ? മീഥൈൽ. അപ്പൊ എന്തുവരും? 2-methyl propan 2O. ഇനി ഇതിന്റെ കോമൺ നെയിം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കോമൺ നെയിം നന്നായിട്ട് ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചോളണം. ഇതിന്റെ കോമൺ നെയിം ഈസ് ടെർഷ്യറി. ടെർഷ്യറിയുടെ ഷോർട്ട് ഫോം ആണ് ടെർട്ട് ബ്യൂട്ടൈൽ ആൽക്കഹോൾ. ഇനി ഈ OH അറ്റാച്ച് ചെയ്ത കാർബൺ ഇതാണ്. ഇത് അയൽപക്കത്തുള്ള 3 കാർബണുമായി ബോണ്ട് ചെയ്തിരിക്കുന്നു. സോ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ടെർഷ്യറി ആൽക്കഹോൾ. ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഏത് വരും? ടെർഷ്യറി ആൽക്കഹോൾ.
ഇനി അടുത്ത സ്ട്രക്ചർ നോക്കാം. എൻ്റെ കയ്യിൽ 2 കാർബൺ ഉണ്ട്. ആ 2 കാർബണിന്റെയും രണ്ടിടത്ത് OH ഉണ്ട്. അതായത് സ്ട്രക്ചറിന്റെ അകത്ത് 2 OH ഉണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെ നെയിം ചെയ്യും? നമ്മൾ ആദ്യം ഇതിനെ ആൽക്കേൻ ആയിട്ട് അങ്ങ് നെയിം ചെയ്യും. CH2 സിംഗിൾ ബോണ്ട് CH2, അതാരാ? ഈഥേൻ. അതിൽ നമുക്ക് ഒരിക്കലും ഇതിനെ ഇത് 1 എന്നോ ഇത് 2 എന്നോ കൊടുക്കാൻ പറ്റില്ല, കാര്യം രണ്ടിടത്തും ഇരിക്കുന്ന OH ആണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരുടെയും കൊടുക്കാൻ കൊടുക്കും ഈഥേൻ 1,2 ഡൈപോൾ. 2 OL വന്നാൽ ഡൈപോൾ. അപ്പോൾ ഇത് ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ, ഇവിടെ നമുക്ക് പ്രൈമറി സെക്കൻഡറി ഇല്ല, വേറൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് കാൾഡ് മോണോഹൈഡ്രിക് ആൽക്കഹോൾ. അറിഞ്ഞു വെച്ചിരുന്നാൽ മതി, വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. മോണോഹൈഡ്രിക് ആൽക്കഹോളിൽ ഒരു OH കാണത്തുള്ളൂ സ്ട്രക്ചറിൽ. നിങ്ങൾ തന്നെ പറയാം അടുത്ത ഏതായിരിക്കും? ഡൈഹൈഡ്രിക്. അതിൻ്റെ അകത്ത് ഡൈഹൈഡ്രിക് ആൽക്കഹോളിൽ 2 OH ഗ്രൂപ്പ് കാണും. ട്രൈഹൈഡ്രിക് ഉണ്ട്, പോളിഹൈഡ്രിക് ഉണ്ട്, അങ്ങനെ പല പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇതൊരു ഡൈഹൈഡ്രിക് ആൽക്കഹോൾ ആണ്. കാര്യം സ്ട്രക്ചറിൽ എത്ര OH ഉണ്ട്? 2 OH ഉണ്ട്. നമുക്ക് ഇവിടെ പ്രൈമറി സെക്കൻഡറി ഒന്നും പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇതിന്റെ IUPAC നെയിം എന്ത് വരും? ഈഥൈൻ 1,2 ഡൈപോൾ. ഓക്കെ, ഇനി അടുത്ത സ്ട്രക്ചറിലേക്ക് പോവാ. 6th ക്വസ്റ്റ്യനിലേക്ക് പോവാ. സ്ട്രക്ചർ ഇവിടെ ഒരു പ്രൊപ്പേനാണ്, 3 കാർബണുള്ള ആൽക്കേനായ പ്രൊപ്പേൻ. ആ 3 കാർബണിൽ OH വന്നു. അപ്പോൾ ഇതിന്റെ പേര് പ്രൊപ്പേൻ 1,2,3 ട്രൈപോൾ എന്ന് പറയും. പ്രൊപ്പേൻ 1,2,3 ട്രൈപോൾ. ഇനി നിങ്ങൾ നേരത്തെ ശ്രദ്ധിച്ചു കാണും, ഇവിടെയും ശ്രദ്ധിച്ചു കാണും. നമ്മൾ ഇവിടം വരെയൊക്കെ നെയിം ചെയ്യുമ്പോൾ പ്രൊപ്പാനെ എടുത്തുള്ളൂ. കാര്യം ഇതാണ്, അവിടെ സിംഗിൾ ബോണ്ടാണ് എല്ലായിടത്തും എങ്കിൽ സഫിക്സ് വരുന്നത് ANE ആണ്. ആ ഈനെ നമ്മൾ കളയും, റിമൂവ് ചെയ്യും. എപ്പോൾ? ആഡ് ചെയ്യുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സഫിക്സ് വൊവലിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. AEIOU സ്പെല്ലിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം OH ഗ്രൂപ്പ് എന്ന ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സഫിക്സ് ഓൾ ആണ്, OL. അതിലെ O വവ്വലാണ്. അതുകൊണ്ടാണ് ദാ ഇവിടുത്തെ ഈക്ക് നമ്മൾ റിമൂവ് ചെയ്തിട്ട് നെയിം ചെയ്തത്. അതുകൊണ്ടാണ് ഇവിടെ പ്രൊപ്പാൻ 2 ഉള്ളത്. പക്ഷെ ഇവിടെ വരുമ്പോൾ നിങ്ങൾ നോക്കിക്കൊള്ളുക, ആൽക്കേൻ വന്നു, ഇതിന്റെ പേരെന്തുവാ? പ്രൊപ്പേൻ. 1, 2, 3 കൂടെ നെയിമിൽ ഉൾപ്പെടുമ്പോൾ അതിന്റെ പേരെന്തുവാ? ഇനി ചേർക്കുന്ന സഫിക്സ് ട്രൈവോൾ ആണ്. ട്രൈവോളിന്റെ T കൺസണന്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ഈ ഈന് എന്ത് ചെയ്യണ്ട? റിമൂവ് ചെയ്യണ്ട, അതുപോലെ നെയിം ചെയ്ത. അതുപോലെ ഇവിടെ കണ്ടു പ്രൊപ്പേൻ 1, 2, 3 ട്രൈവോൾ. ഇവിടെ കണ്ടു ഈഥേൻ 1,2 ഡൈപോൾ എന്നൊക്കെ. അപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞേ, ഇത് എന്ത് ടൈപ്പ് ആൽക്കഹോൾ ആയിരിക്കും? മോണോ ആണോ, ഡൈ ആണോ, ട്രൈ ആണോ? ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ട്രൈഹൈഡ്രിക് ആൽക്കഹോൾ. ട്രൈഹൈഡ്രിക് ആൽക്കഹോൾ എന്ന് വെച്ചാൽ എന്തായിരിക്കും? സ്ട്രക്ചറിന്റെ അകത്ത് മൊത്തം 3 OH ഗ്രൂപ്പ്സ് കാണും. അപ്പൊ ഇതിങ്ങനെ നെയിം ചെയ്ത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരുന്നാൽ മാത്രം മതി. ഓക്കെ, ഇനി അടുത്തത് ഇതൊരു സൈക്ലോഹെക്സേൻ ആണ്. ആ സൈക്ലോഹെക്സേനിൽ OH വന്നു. അപ്പൊ എന്ത് വരും? സൈക്ലോഹെക്സനോൾ. ഇതൊക്കെ ടിപ്പിക്കൽ നെയിമിംഗ് ആണ്. കൂടുതൽ ഇതിന്റെ റീസൺ ഒന്നും നോക്കണം, ജസ്റ്റ് 2-3 ടൈംസ് റൈറ്റ് ചെയ്ത് നെയിം ചെയ്ത് അങ്ങ് പഠിച്ചു വെച്ചേക്കുക. ഇടയ്ക്കിടയ്ക്ക് റിവൈസും ചെയ്യുക. ഓക്കെ, ഇനി അടുത്തതാ നോക്കിക്കോ, ഇതൊരു സൈക്ലോപെന്റേൻ ആയിരുന്നു. അതിൽ ആദ്യം OH വന്നു. അപ്പൊ എന്ത് വന്നു? സൈക്ലോപെന്റനോൾ എന്ന് വരും. സൈക്ലോപെന്റനോൾ. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ആര് വന്നു? മീഥൈൽ വന്നു. സോ 2-മീഥൈൽ സൈക്ലോപെന്റനോൾ. സിമ്പിൾ നെയിമിംഗ്. ഓക്കെ, ഇനി നമ്മൾ ഈ ഫാമിലിയിൽ ആൽക്കഹോൾസിൽ എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് നെയിമിങ്സ് ആണ് കണ്ടത്. ഇതെല്ലാം NCERTയിലെ ടിപ്പിക്കൽ എക്സാമ്പിൾ നെയിമിങ്സ് ആണ്. ഇനി അടുത്തത് ഫീനോൾസിലേക്ക് പോവാം. ഫീനോൾ എന്ന് വെച്ചാൽ എന്തുവാ? ബെൻസീൻ റിങ്ങിൽ OH വന്നാൽ അതാണ് ഫീനോൾ. നമ്മൾ കഴിഞ്ഞ ഹാലോ ആൽക്കേൻസിലും ജസ്റ്റ് ഈ സ്ട്രക്ചറിന്റെ കാര്യമൊക്കെ പറഞ്ഞു, ഇതൊക്കെ നിങ്ങൾ 11th സ്റ്റാൻഡേർഡിൽ പഠിച്ചേ. ബെൻസീൻ റിങ്ങിൽ OH വന്നാൽ അതിന്റെ IUPAC നെയിം ഈസ് ഫീനോൾ. ഞാൻ അടുത്ത സ്ട്രക്ചർ നോക്കാം. ബെൻസീൻ റിങ്ങിൽ OH വന്നു. അപ്പൊ ഇതാരാ? ഫീനോൾ. അതിൽ ഒരു മീഥൈൽ ഗ്രൂപ്പും കൂടെ വന്നു. അപ്പൊ ഇത് പ്രിഫറൻസ് വെച്ചിട്ട് പ്രയോറിറ്റി ഓർഡർ വെച്ചിട്ട് സെക്കൻഡ് പൊസിഷനിലാണ് ആര് വരുന്നത്? മീഥൈൽ. അപ്പൊ ഇതിന്റെ പേരെന്തുവാ? 2-മീഥൈൽ ഫീനോൾ. ഈ സെക്കൻഡ് പൊസിഷനെ നമ്മൾ കോമൺ ഓർത്തോ മെറ്റ പാര വെച്ച് നെയിം ചെയ്യുമ്പോൾ സെക്കൻഡ് പൊസിഷൻ 1-2 പൊസിഷൻ ഈസ് കാൾഡ് ഓർത്തോ. അതിന്റെ ഷോർട്ട് ഫോം O ആണ്. അപ്പൊ എന്ത് വരും? O ക്രീസോൾ. എന്തോ സാധനം? O ക്രീസോൾ ആണ് ഇതിന്റെ കോമൺ നെയിം. ഇതും കൂടി ഒന്ന് മെമ്മറൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ നെയിമിംഗ്. നമ്മളിപ്പോൾ പഠിച്ചു തുടങ്ങിയത് 12th സ്റ്റാൻഡേർഡ് കെമിസ്ട്രിയിലെ ആൽക്കഹോൾസ്, ഫീനോൾസ്, ഈതേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ഫസ്റ്റ് മോഡ്യൂൾ 1 വീഡിയോയിൽ നമ്മൾ ഇതിന്റെ നെയിമിംഗ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഇനി ഈ ചാപ്റ്റേഴ്സിനൊക്കെ നിങ്ങൾക്ക് ഭയങ്കര കൺവീനിയന്റ് ആയിട്ട് തോന്നണമെങ്കിൽ നിങ്ങൾ ഹാലോ ആൽക്കെയിൻസ്, ഹാലോ അറീൻസ് എന്തായാലും നല്ല രീതിക്ക് പഠിച്ചു തീർക്കാൻ നോക്കുക. എങ്കിൽ നിങ്ങൾക്ക് വളരെ അഡ്വാൻറ്റേജസ് ആയിരിക്കും ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഇതിന്റെ അടുത്ത ചാപ്റ്റേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മുടെ ആൽക്കഹോൾസ്, ഫീനോൾസ് എന്ന ഈതേഴ്സ് എന്ന ചാപ്റ്ററിലെ മോഡ്യൂൾ 1 വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് നെയിമിംഗ് ആണ് നടത്തിയത്. ഓക്കെ.